RSSന്റെ ശിക്ഷാവർഗ് പൂർത്തിയാവുകയാണ്. വലിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പറയുന്ന പരിശീലന പരിപാടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജാതിക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം, ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടിയായിട്ട് കണ്ടിട്ടുള്ള സംഘടനയാണ് സംഘം. അപ്പോൾ ജാതിക്കതീതമായിട്ടില്ലെങ്കിൽ ജാതിയില്ലാതെ ഈ ഹൈന്ദവ ഏകീകരണം സാധ്യമാക്കുക എന്നതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനായി 40 വയസ്സിന് താഴെയുള്ള സംഘപ്രവർത്തകരെല്ലാം ഉദ്ബോധന ആക്കുകയാണ് സംഘത്തിൻ്റെ ഈ പരിശീലന പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. സംഘം ശരിക്കും ജാതിക്കെതിരല്ലേ? അല്ല, അതായത് സംഘം ജാതിക്കെതിരല്ല. ജാതി ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ സംഘം ജാതിക്ക് അതീതമാകണം എന്നാണ് സംഘത്തിൻ്റെ ആവശ്യം. അത് ഇന്ന് തുടങ്ങിയിട്ടില്ലല്ല. 925 സംഘം തുടങ്ങിയതിന് ശേഷം, സംഘശിക്ഷാവർഗുകൾ ആരംഭിച്ചതിന് ശേഷം എക്കാലത്തും സംഘം നിലകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംവിധാനം തന്നെയാണ്. കാരണം സംഘത്തിൻ്റെ ക്യാമ്പിൽ 25 ദിവസം 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസക്കാലത്തെ ക്യാമ്പിൽ വന്ന് താമസിക്കുന്ന ആളുകൾ, കൂടെ താമസിക്കുന്ന സ്വന്തം മുറിയിലുള്ള ആളുകളുടെ ജാതിയെക്കുറിച്ച് ആലോചിക്കാറില്ല. അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് ഓർമ്മ വരുന്നത് OV വിജയൻ്റെ ഒരു പുസ്തകമുണ്ട്, കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പേര്. ആ കുറിപ്പുകൾക്ക് തുടങ്ങുന്നതിന് എങ്ങനെയാണത്? അദ്ദേഹം ഒരു RSSൻ്റെ ശാഖയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. RSSൻ്റെ ശാഖയിൽ ഈ പറയുന്ന ജാതിക്ക് അതീതമായിട്ട് ആളുകൾ വരുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് സംഘത്തിൻ്റെ അക്കാലത്ത് അഖില ഭാരതീയ ബൗദ്ധിപ്രമുഖായിരിക്കുന്ന ഹരി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. പണ്ഡിതാഗ്രേസരനായിട്ടുള്ള ഹരി എന്നോട് പറഞ്ഞു. അപ്പോൾ RSS ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല എന്നുള്ളതാണ് OV വിജയൻ അതിനെ സംബന്ധിച്ചൊരു വലിയൊരു വിഷയമായിട്ട് ചിത്രീകരിച്ചത്. ഇത് OV വിജയൻ മാത്രമല്ല, 1940 സംഘത്തിൻ്റെ സംഘശിക്ഷാവർഗിൽ പങ്കെടുത്ത ആളുകൂടിയാണ് മഹാത്മാഗാന്ധി. ആ സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഇവിടെ ഹരിജനങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹരിജനങ്ങളുണ്ടോ എന്ന്, ആ ചോദ്യം ഇവിടെ ഹരിജനങ്ങളുണ്ടോ എന്ന് ആർക്കും അറിയില്ല. ഇവിടെ എല്ലാവരും ഒന്നിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്? എല്ലാ ജാതിക്കാരും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന് മഹാത്മജി ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം മഹാത്മജി എല്ലാ ദിക്കിലും ചോദിച്ചിരുന്നു. 925 അദ്ദേഹം വൈക്കത്ത് വന്ന സമയത്ത് അദ്ദേഹം അത് ചോദിച്ചിരുന്നു. അദ്ദേഹം തുടർന്ന് ഗുരുദേവന്റെ ആശ്രമത്തിൽ ചെന്നതിന് ശേഷം ശിവേരി ചെന്ന സമയത്ത് അദ്ദേഹം ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ പട്ടികജാതിക്കാരായിരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പുലയ ഹരിജനങ്ങളായിരിക്കുന്ന ആളുകളുണ്ടോ? അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ? അവർ ഭക്ഷണത്തിൻ്റെ വ്യവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം ഗുരുദേവനോടും ചോദിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ അദ്ദേഹം ഡോക്ടർ ഹെഡ്ഗവാറിനോട് ചോദിച്ചിരുന്നു 940. ഡോക്ടർ പറഞ്ഞ് എനിക്കറിയില്ല. കാരണം അവിടെ വരുന്ന ആളുകളുടെ ജാതിയെക്കുറിച്ച് അവിടുത്തെ ആ സ്ലിപ്പിനകത്ത് സംഘശിക്ഷാവർഗിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ എഴുതുന്ന, അവരുടെ അഡ്രസ്സൊക്കെ എഴുതുന്ന സ്ലിപ്പിനകത്ത് ജാതിയില്ല. നമ്മൾ 10ാം ക്ലാസ്സിൽ പാഠപുസ്തകം SSLC ബുക്കിൻ്റെ 3ാം പേജ് പോലെയല്ല. പേരെന്താണ്? നന്ദകുമാർ. എന്താ ജാതി? എന്താണ്? ഹിന്ദു. അത് കഴിഞ്ഞ ജാതിയുടെ പേര്. ഈ പറയുന്ന പരിപാടി RSSലില്ല. RSSൽ ജാതിക്ക് അതീതമായിട്ട്, ജാതി വേണ്ടെന്നുള്ളതല്ല, ജാതിക്ക് എതിരുമല്ല. ചില ആളുകൾക്ക് ജാതിക്കെതിരാണ് ചില പ്രസ്ഥാനങ്ങളൊക്കെ. RSS ജാതിക്കെതിരാന്ന് പറയുന്നില്ല, ജാതിക്ക് ഉപരിയായിട്ട് ആളുകളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സംഘത്തിൻ്റെ ശാഖയുടെ ബൗദ്ധിക്കുകൾ, സംഘത്തിൻ്റെ പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങളിൽ 2-3 പ്രത്യേകതകളുണ്ട്. ഒരൊറ്റ സ്ഥലത്തും ഒരാളുടെ പോലും ജാതിയെക്കുറിച്ച് സംസാരിക്കാറില്ല. ഒരു ജാതി നേതാവിനോട് പോയി പരിചയപ്പെടുത്താറില്ല. ഇന്ന് മാത്രമല്ല ചെയ്യുക, അവിടെ സംസാരിക്കുന്ന സമയത്ത് ആർക്കും എതിരായിട്ടും പറയാറില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, RSSൻ്റെ ബൗദ്ധിക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയാറില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് പറയാറില്ല. RSSൻ്റെ ബൗദ്ധിക്കിൽ കോൺഗ്രസിനെ പരിചയപ്പെടുത്താറില്ല, കോൺഗ്രസിനെതിരായിട്ട് പറയാറില്ല. മറിച്ച് നിങ്ങൾ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പൊതുയോഗങ്ങളൊന്ന് എടുത്തു നോക്ക്, അവർ സ്റ്റഡി ക്ലാസ് എടുത്തു നോക്ക്. ഇതിനകത്ത് പൂർണ്ണമായിട്ട് വരുന്നത് എതിർ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കെതിരായിട്ടുള്ള ഇവരുടെ കൈവശമുള്ള മുഴുവൻ പഠന കാര്യങ്ങളും വരുന്ന തലമുറയെ പഠിപ്പിക്കുന്ന പ്രവർത്തനമാണ്. മറിച്ച് സംഘം അങ്ങനെയല്ല. സംഘത്തിൻ്റെ സംഘശിക്ഷാവർഗിൽ 25 ദിവസമോ 30 ദിവസക്കാലമോത്തോളം നീണ്ടു നിൽക്കുന്ന സമയത്ത് അവിടെ ജാതിയെക്കുറിച്ച് പറയുന്നില്ല, അവിടെ മതത്തെക്കുറിച്ച് പറയുന്നില്ല, അവിടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നില്ല, അവിടെ എതിരാളികളെക്കുറിച്ച് പറയുന്നില്ല. അവിടെ പറയുന്നത് സംഘത്തിൻ്റെ പരമ്പരാഗതമായിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച നടത്തുക. ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച നടത്തുക. അതിനെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുക. അവിടെ ബൗദ്ധിക്കുകളുണ്ട്, അവിടെ പ്രഭാഷണങ്ങളുണ്ട്, അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന സംഗതികളെല്ലാം നടക്കുന്നത് തികച്ചും ഭാവാത്മകമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് വരിക. നമ്മൾ പൊതുവെ പറയാറുണ്ട്, RSSനെ എതിർക്കുന്ന ആളുകൾ നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. RSS വർഗീയമാണ്, സംശയമൊന്നുമില്ല. RSS ഗാന്ധി ഘാതകരാണ്, നിങ്ങൾ പറഞ്ഞോളൂ എന്നുള്ള മട്ടിലാണ് RSS എടുക്കുക. ഇതിനൊന്നും മറുപടി പറയാൻ വേണ്ടി പോകാറില്ല ഒരിക്കലും. RSS ഒരു ചോദ്യത്തിന് ഉത്തരം പറയാറില്ല. നിങ്ങൾ ഗാന്ധി ഘാതകരാണ്, ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ വർഗീയമാണ്, ആ ശരി ആയിക്കോട്ടെ.
പണ്ട് എനിക്ക് നല്ല ഓർമ്മ വരുന്നത് മലയാളം വാരികയുടെ പത്രാധിപരായിരുന്ന എസ് ജയേന്ദ്രൻ നായർ സാർ ഒരിക്കലൊരു കമൻറ്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കോൺഗ്രസിനെ കുറിച്ച് ചെറിയൊരു ആരോപണം വന്നാൽ നല്ല അഴിമതിക്കാരായിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ കൂട്ടടക്കമെന്നൊരു ആക്രമണം നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞ പിന്നെ എനിക്കിവിടെ ഓഫീസിലിരിക്കാൻ പറ്റില്ല. മറിച്ച് RSSൻ്റെ സർസംഘചാലകന് 20,000 രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഞാൻ മലയാളം വാരികയിൽ എഴുതുകയാണെങ്കിൽ ഒരാളും എന്നോടൊന്നും ചോദിക്കില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ സംഭവം ജയേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ RSSൻ്റെ പ്രചാരകനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ്, ജയേന്ദ്രൻ നായർ സാർ പറയുന്നതിന് ഞങ്ങൾ തന്നെ മറുപടി പറയണേ. അതിന് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, ഇതിനകത്ത് വസ്തുതയില്ലാന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആരെങ്കിലും നേരം പോക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ നേരം പോക്കിന് നേരം പോക്കായിട്ട് തന്നെ വിടും. കാരണം RSSൻ്റെ സർസംഘചാലകൻ കൈക്കൂലി വാങ്ങിക്കില്ല, സർക്കാർ വിഭാഗം വാങ്ങിക്കില്ല, സംസ്ഥാനത്തിൻ്റെ കാര്യവാഹു വീട് ജില്ലാ കാര്യവാഹു കൈക്കൂലി വാങ്ങിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്ന സമയത്ത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സംഘത്തിൻ്റെ നിലപാട്. അങ്ങനെയാണത്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ഞാനിത് ജയേന്ദ്രൻ സാറിനോട് പറഞ്ഞു. അദ്ദേഹം പോലും അത് കേട്ടൊരു വാസിൽ പൊട്ടിച്ചിരിക്കേണ്ടായത്. കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് സ്വന്തം പ്രസ്ഥാനത്തോടുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിലാണ് ജാതിയെക്കുറിച്ചുള്ളത്. സംഘത്തിൻ്റെ ശാഖയിൽ ജാതി ചോദിക്കാറില്ല, അവിടെ സംഘത്തിൻ്റെ ശാഖയിൽ മതം ചോദിക്കാറില്ല. ഇന്നിപ്പോൾ പറയുന്ന മതത്തിൻ്റെ പേരിലുണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും സംഘത്തിൻ്റെ ബൗദ്ധിപ്രമുഖന്മാർ, സമ്പർക്ക പ്രമുഖന്മാരടക്കം ഇവർ വേണമെങ്കിൽ പറയുന്ന അമ്പലത്തിൽ പോകാൻ സാധിക്കാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സംഘത്തിന് ചുമതലപ്പെട്ട ആളുകൾ കേരളത്തിലുണ്ട്. ഇന്നത്തെ കേരളത്തിലുണ്ട്. ഇന്ന് മാത്രമല്ല, അത് ഏകദേശം 50 കൊല്ലക്കാലത്തോളമായിട്ട് കേരളത്തിൽ സംഘത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൽ പോകാത്ത, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോകുന്ന, ഇസ്ലാമിക മുസ്ലിം ദേവാലയങ്ങളിൽ പോകുന്ന ആളുകൾ സംഘത്തിൻ്റെ ഭാരവാഹിത്വത്തിലുണ്ട്. സംഘത്തിൻ്റെ ഭാരതീയ ഹൈന്ദവ സങ്കല്പങ്ങളുടെ വ്യത്യാസം അത് ജാതിക്ക് അതീതമായിട്ടുള്ള സങ്കല്പമാണ്. ജാതിക്ക് അതീതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതിക്കാരുടെ പേരിട്ട് മെക്കെട്ടുകാരിലല്ല. അതായത് നമ്മൾ പല പ്രസ്ഥാനങ്ങളും പറയാറുണ്ട് ഞങ്ങൾ ജാതിക്കെതിരാണ്. സംഘം ജാതിക്കെതിരല്ല. സംഘത്തിൻ്റെ നിലപാട് ജാതിക്ക് അതീതമാണ്. ജാതിക്കെതിരാണെന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എന്താ കോൺഗ്രസിൻ്റെ അവസ്ഥ? കേരളത്തിലെ എല്ലാ ജാതി പ്രസ്ഥാനത്തിനെയും നേതാക്കന്മാരെടുത്തു നോക്ക്. കുടുംബ സേവാ സംഘം, ധീവരസഭ, വെള്ളാള മഹാസഭ, NSS തുടങ്ങിയ എല്ലാ പ്രസ്ഥാനത്തിനും നേതാക്കന്മാരെ ഏതാ പാർട്ടി? അവരുടെ പാർട്ടി കോൺഗ്രസ് ആണ്. മറ്റുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റുമാണ്. ഈ 2 പേരുമാണ് കേരളത്തിൽ ജാതിക്കെതിരായിട്ട് പടവരുന്നവർ. ജാതിക്കെതിരായിട്ട് പടവരുന്നവരുടെയൊക്കെ നേതൃത്വം ജാതിയുടെ ആളുകൾ തന്നെ വരുന്ന സമയത്ത് സംഘത്തെ സംബന്ധിച്ച് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ ജാതി പോലും ഇവർക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധ്യമല്ല. കാരണം ജാതിക്ക് അതീതമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതുകൊണ്ടാണ് മോഹൻജി ഭാഗവത് അദ്ദേഹത്തിൻ്റെ ശിബിരത്തിലും അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിലും അദ്ദേഹമാണെങ്കിലും സർക്കാർ വിവാഹമാണെങ്കിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ജാതിക്ക് അതീതമെന്നോ എതിരെന്നുള്ള ചർച്ചകൾ അവിടെ ഇല്ല. കാരണം അവിടെ ജാതി ചർച്ചാ വിഷയമല്ല. അതിനപ്പുറത്തേക്കുള്ള ചിന്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സംഘത്തിൻ്റെ എൻ്റെ സവിശേഷത. അവിടെയാണ് നേരത്തെ പറഞ്ഞ OV വിജയൻ്റെ സവിശേഷത. അതാണ് OV വിജയൻ പറഞ്ഞതാണ്, എനിക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ്. അതിനാണ് മഹാത്മജി പറഞ്ഞതും. 1940കളിൽ സംഘത്തിൻ്റെ ശാഖയിൽ ഡോക്ടർ ഹെഡ്ഗവാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സംഘത്തിൻ്റെ ശാഖയിൽ സംഘശിബിരത്തിൽ വന്നിട്ടുള്ള മഹാത്മാഗാന്ധി താൻ എന്ത് കാര്യത്തിനാണോ ആഗ്രഹിച്ചത് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്ന സ്ഥലം RSSൻ്റെ ശാഖയാണെന്ന് വാർത്തയിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള കാരണം സംഘത്തിന് ഈ ഒരു കാഴ്ചപ്പാടാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 925 100 വർഷക്കാലമായിട്ട് സംഘം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ച മാത്രമാണ് മോഹൻജി ഭാഗവതിൻ്റെ വാക്കുകൾ എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.